ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പോത്തിൻ്റെ ബോട്ടി എത്രയും പെട്ടെന്ന് നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോട്ടി നല്ലവണ്ണം കേക്ക് ചൂടുവെള്ളത്തിലൊക്കെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചതവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ഇഞ്ചി കഷ്ണം, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബോട്ടിയൊക്കെ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാല മതി കേട്ടോ ഇതിലേക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് മസാല ഇല്ലെങ്കിൽ വീണ്ടും മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയപ്പോൾ എനിക്ക് മഞ്ഞളും മുളക് പൊടി കുറച്ച് കമ്മിയായോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുളക് പൊടി ഫസ്റ്റ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിലവർ അതിൽ അഴുക്കൊന്നും വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കേക്ക് എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്താലും പറ്റും കേട്ടോ. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക. ഈ കുക്കറിലാണെങ്കിൽ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണെങ്കിലും ഇതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇത്ര മസാല ഇതൊക്കെ ചേർത്തിട്ട് ഒരു 6 വിസിൽ വരെയൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കുറച്ച് വേപ്പിലയും പാടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്കുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും പാടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സവാളൊക്കെ പെട്ടെന്നൊന്ന് വഴറ്റി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ ബോട്ടിയൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ സവാള വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ. വഴറ്റി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും പാടെ അതിൽ കിടത്തിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി ബോട്ടി ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.